സുഹൃത്തുക്കളെ, ഇതാണ് പാമ്പാടി വെള്ളൂരുള്ള കാട്ടാങ്കുന്നെന്ന് പറഞ്ഞ പ്രദേശത്തുള്ള മലമ്പതി ദേവി ക്ഷേത്രം. ശിവനും പാർവതി പിന്നെ ഹനുമാനൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അമ്പലം പണിതുകൊണ്ടിരിക്കുക നിലവിൽ. ഒരു ദിവസം കൊണ്ട് പണിത് തീർക്കണം, അങ്ങനെയാണ് പ്രശ്നവിധി അല്ലേ. ഒരു ദിവസം കൊണ്ട് ഈ അമ്പലം പുതുക്കി പണിയണമെന്നാണ്, അല്ലെങ്കിൽ ദോഷമാണെന്നാണ് ഈ അടുത്തുള്ള പയ്യൻ പറയുന്നത്. ഇവർക്കൊക്കെ ഭയങ്കര വിശ്വാസമുള്ളൊരു ക്ഷേത്രമാണ്. സുഹൃത്തുക്കളെ, കുറേ നാളുകളായി ഇവിടെ നിന്ന് വരണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് സാധിച്ചത്. വരുന്ന വഴി ഭയങ്കര റിസ്ക്കി ആയിരുന്നു, ഭയങ്കര കാടും. വാടാ വച്ചാൽ പിന്നെ അങ്ങോട്ട് പോകും. പാമ്പാടി വെള്ളൂരുള്ള കാട്ടാങ്കുന്നം എന്ന പ്രദേശം. ഇതിൻ്റെ താഴ്വശമൊക്കെ ഇവിടെയാണ്. എന്നാ താഴ്വശം എന്നാ താഴ്വശം എന്നാ പറഞ്ഞ പങ്ങടയൊക്കെ. ഇതാണ് ഉല്ലാസ് എന്ന് പറഞ്ഞ ചേട്ടൻ. അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ പൂജ ചെയ്യുന്നത് അല്ലേ. മാനേജിങ് ട്രസ്റ്റി ഉല്ലാസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. സർപ്പമൊക്കെ അവിടെയുണ്ട്. ഇവിടെയാണ് പൂജ ചെയ്യുന്നത് അല്ലേ. ഇവിടെയല്ലേ ഗണപതിയുണ്ട്, ദുർഗാദേവിയുണ്ട്, ഭദ്രകാളിയുണ്ട്. ഇവിടെയാണിപ്പോൾ പൂജ ചെയ്യുന്നത്. അമ്പലം പുതുക്കി പണിയാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇതാണ് ഇവിടുത്തെ ആൽമരം. സുഹൃത്തുക്കളെ, ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വന്നതാണ് ഞാൻ. മലമ്പതി ദേവീക്ഷേത്രം കാട്ടാങ്കുന്ന്. സുഹൃത്തുക്കളെ, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് വരേണ്ടതാണ്. ഈ പ്രകൃതിയുടെ ഈ ഭംഗിയും ഈ പുരാതനമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ഒന്ന് സന്ദർശിക്കേണ്ടതാണ്. വളരെ എന്താ പറയുന്നത്, വളരെ നല്ല അന്തരീക്ഷമുള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ഒരു മലമുകളിലാണ്, കാട്ടാങ്കുന്നെന്ന് പറഞ്ഞാൽ മലമുകളിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. നമുക്കിവിടെ അറിയാവുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് 4 മലകളിൽ ഏറ്റവും വലിയ മലയാണെന്ന് പറയുന്നത്. 4 മല ഏതൊക്കെയാണ് വെച്ചേ? വെണ്ണിമല, മാതൃമല, പിന്നെ 2 മലയുണ്ട്. അതിൽ ഏറ്റവും വലിയ മലയാണ് ഈ കാട്ടാങ്കുന്നം എന്ന് പറയുന്ന പ്രദേശം. സുഹൃത്തുക്കൾ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ കാട്ടാങ്കുന്നി വരണം. വെള്ളൂർ ഉള്ള കാട്ടാങ്കുന്നം എന്ന പ്രദേശത്ത് ദുർഘടമായ വഴികളാണ് ഇവിടെ എത്തിച്ചേരാൻ. എങ്കിലും സുഹൃത്തുക്കളെ, വളരെ നന്ദി. കാട്ടാങ്കുന്ന് ദേവീക്ഷേത്രം, മലമ്പതി ദേവീക്ഷേത്രം, കാട്ടാങ്കുന്ന്, പാമ്പാടി. സുഹൃത്തുക്കളെ, നന്ദി.